നമസ്കാരം. മുഖ്യമന്ത്രിയാകാൻ ഞാനില്ല. പിണറായി ഇങ്ങനെ പറയുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. പിണറായിത്തിന് തിരിച്ചടി കൊടുത്തിരിക്കുന്നു. അത് പക്ഷേ സ്വന്തം PR ടീമാണ് എന്ന് മാത്രം. പിണറായിയുടെ PR ടീം രാഹുലിൻ്റെ അറസ്റ്റിനെ പ്രതിച്ഛായ നിർമ്മിതിയുടെ വഴിയാക്കാൻ വലിയ ശ്രമം നടത്തി. എന്നാൽ അത് സമ്പൂർണ്ണ പരാജയമായിരുന്നു അതിൻ്റെ ഫലം. ബലാത്സംഗ കേസിലെ രാഹുലിന്റെ അറസ്റ്റ് എന്ന് പറയപ്പെടുന്നത് UDF ബാധിക്കില്ലെന്ന നിലപാടിൽ തെല്ലും കുലുങ്ങാതെ BD സതീശൻ മുന്നോട്ട് പോകുവാൻ തുണയായതും ഇതേ PR ടീമിന്റെ ഈ പരാജയമായിരുന്നു. സത്യത്തിൽ പിണറായിത്തിന് തിരിച്ചടി കൊടുത്തത് ഇവരാരുമല്ല കേട്ടോ. അത് എന്ന് പറയപ്പെടുന്നത് ഈ സ്വന്തം കൂടാരത്തിലുള്ള ചിലർ തന്നെയാണ്. സ്വന്തം കൂടാരത്തിലെ ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റ ചർച്ച, ആയിഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള പോക്ക്, ഇവയൊക്കെ വല്ലാത്ത തിരിച്ചടിയാണ് ഈ പഹയന്മാർക്ക് നൽകിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ ഞെട്ടിക്കുന്ന തോൽവി ആ മുന്നണിയുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തീർത്തും ചോർത്തിക്കളയുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശയോക്തി ഒട്ടുമില്ല. മറുവശത്ത് കോൺഗ്രസും UDF ആകട്ടെ വയനാട്ടിലെ നേതൃക്യാമ്പിൽ 100 സീറ്റ് ലക്ഷ്യം പ്രഖ്യാപിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ഇതിന്റെ അപകടം മണത്ത പിണറായി 110 സീറ്റ് നേടുമെന്ന് പറഞ്ഞ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ആത്മവിശ്വാസം പകരാൻ ശ്രമിക്കുന്ന കാഴ്ചയും കേരളം കണ്ടതാണ്. ഇതിന് പിന്നാലെ സ്വയം പ്രതിച്ഛായ നിർമ്മിതിക്കുള്ള PR പ്രവർത്തനങ്ങൾ അഹോരാത്രം തുടങ്ങുകയും ചെയ്തു. തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ രാഖി രാമാനം ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്തതും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നിർമ്മിതിയുടെ ഭാഗമായിരുന്നു. കോൺഗ്രസിനെയും UDF പ്രതിരോധത്തിലാക്കാമെന്ന ഉദ്ദേശം ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് എങ്കിലും അത് കോൺഗ്രസിനെയും UDF കാര്യമായി ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ കാര്യം ചൂണ്ടിക്കാട്ടി വിഷയത്തെ ശരിക്കും പ്രതിരോധിക്കുവാൻ കോൺഗ്രസിന് സാധിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അവർ മുന്നോട്ട് പോകുന്നത്. വിഷയം മുന്നണിയെ ബാധിക്കില്ല എന്ന് തുറന്നു പറഞ്ഞ VD സതീശൻ അടക്കം ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചത് UDF നേതാക്കളുടെ ആത്മവിശ്വാസം തെല്ലൊന്നുമല്ല ഉയർത്തിയത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർച്ചയായിട്ട് ലൈംഗിക പീഡന പരാതികൾ ഉയർന്നതും രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ടതും കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ പ്രതിയോഗികൾ ആയുധമാക്കുമ്പോൾ കോൺഗ്രസിന് ഈ വിഷയത്തെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി എന്നതുകൊണ്ടാണ്. ഇവിടെ VD സതീശന്റെ നിലപാടുകളാണ് ശ്രദ്ധേയമാകുന്നത്. ഇപ്പോഴത്തെ രാഹുലിന്റെ അറസ്റ്റിൽ രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കാനാണ് CPM ഒരു ശ്രമമുണ്ടായത്. അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച കപ്പുമായിട്ട് പിണറായി വിജയൻ സമരപ്പന്തലിൽ നിൽക്കുന്ന ചിത്രം സൈബറിടത്തിൽ സഖാക്കൾ പ്രചരണ വിഷയമാക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും പരാജയം തന്നെയാണ് ഈ പഹയന് ലഭിക്കുന്നത് എന്നതാണ്. മുൻപ് VS സ്ത്രീ പീഡകരെ കയ്യാമം വെച്ച് നടത്തിക്കുമെന്ന് പറഞ്ഞ ആ ശൈലി പിണറായിയും പ്രതിച്ഛായ നിർമ്മിതിക്കായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഈ നീക്കം തിരിച്ചറിഞ്ഞ് അതിന് തടയിടുവാനുള്ള മറുതന്ത്രം കോൺഗ്രസ് തയ്യാറാക്കി വെച്ചു. അതാണ് കഴിഞ്ഞ ദിവസം ആയിഷ പോറ്റിയെ കോൺഗ്രസിൽ എത്തിച്ചത് വഴി അവർ അർത്ഥമാക്കിയത്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ വിഷയം അത് മാധ്യമ വാർത്തകൾ നിറഞ്ഞതിലൂടെ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യമില്ലായ്മയും അറസ്റ്റുമൊക്കെ എങ്ങോ താണുപോയി എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് UDF ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നതും കോൺഗ്രസ് വൃത്തങ്ങൾ വഴി തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതോടെ രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചയും ജോസ് കെ മാണിയുടെ UDF പ്രവേശനവും ആയിഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള മടങ്ങി വരവുമൊക്കെ, അല്ലെങ്കിൽ ആയിഷ പോറ്റി കോൺഗ്രസിൽ എത്തിച്ചേർന്നതുമൊക്കെ വലിയ ചർച്ചയായി. ആ ചർച്ചകൾക്കിടം പിടിച്ചപ്പോൾ സത്യത്തിൽ എന്തുകൊണ്ട് മൈലേജ് നേടിയെടുക്കാനാണോ പിണറായി വിജയൻ ശ്രമിച്ചത്, അത് ഫ്ലോപ്പ് ആവുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് കേരളത്തിൽ വലിയ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുൻപ് പലവട്ടം ആവർത്തിച്ചിരുന്നു. LDF നിന്നും NDA നിന്നും കക്ഷികളും അല്ലാത്തവരുമൊക്കെ UDF ചേക്കേറുമെന്ന് പറഞ്ഞിരുന്നു. അത് ആരൊക്കെയാണ് എന്ന് ചോദിക്കരുത് എന്നും സമയമാകുമ്പോൾ അത് അറിയിക്കാമെന്നും വിരലിലെണ്ണാവുന്ന ദിവസം കൂടി കാത്തിരിക്കൂ, വിസ്മയം കാണാമെന്നും സതീശൻ പറഞ്ഞത് ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. എല്ലാവരും അത് കണ്ടതുമാണ്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ആയിഷ പോറ്റി കോൺഗ്രസ് എത്തിയത്. ഇനി ആരൊക്കെയോ എത്താനുണ്ട് എന്നാണ് VD സതീശന്റെ സങ്കല്പം. VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നത് എന്നാണ് വിവരം. കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി UDF സ്ഥാനാർത്ഥിയാകുമെന്നാണ് പുറത്തു വരുന്ന വിവരവും. സീറ്റ് നൽകാമെന്ന വാഗ്ദാനത്തിലാണ് ആയിഷ പോറ്റിയെ കോൺഗ്രസിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു.
ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അന്തിമ തീരുമാനം തന്നെ ഉണ്ടായത്. അതിനുശേഷമാണ് അവർ കഴിഞ്ഞ ദിവസം UDF നടത്തിയ രാപ്പകൽ സമര പന്തലിലേക്ക് എത്തപ്പെടുകയും അവിടെ വെച്ച് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കുകയും ചെയ്തത്. LDF-നൊപ്പം നിൽക്കുന്ന ജോസ് കെ മാണി പഴയ കൂടാരത്തിലേക്ക് മടങ്ങി വരുന്ന ചർച്ചകൾ സജീവമായിരിക്കുന്നു. അതായത് UDF-ലേക്കുള്ള മടക്കയാത്രയിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്ന സതീശൻ, വിരലിൽ എണ്ണാവുന്ന ദിവസം കൂടി കാത്തിരുന്നാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വിസ്മയങ്ങൾ കാണാമെന്ന് പറഞ്ഞ സതീശൻ ഉദ്ദേശിക്കുന്നത് ആയിഷ പോറ്റിയുടെ വരവും ജോസ് കെ മാണിയുടെ തിരികെ വരവുമാണോ എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ട്. UDF-ലേക്ക് LDF-ൽ നിന്നുള്ള കക്ഷികളും NDA-ൽ നിന്നുള്ള കക്ഷികളുമൊക്കെ അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുമൊക്കെ വന്നു ചേരുമെന്ന് പറയപ്പെടുമ്പോഴും അത് ആരൊക്കെയാണ് എന്ന് അല്ലെങ്കിൽ അത് ആരൊക്കെയാണ് വന്നു ചേരാൻ പോകുന്നതെന്ന് പറയാതെ അതിനുള്ളിലൊക്കെ ഒരു സസ്പെൻസ് നിലനിർത്തുകയാണ് സതീശൻ ചെയ്തത്. ഈ വിധത്തിൽ ഇടതുമുന്നണി പുറത്തെടുക്കുന്ന തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ ഒരുങ്ങി തന്നെയാണ് VD സതീശന്റെ നീക്കങ്ങൾ എന്നുള്ളതാണ്. വെട്ടിന് മറുപെട്ട് കൊടുക്കുക എന്നുള്ള തന്ത്രം വളരെ കൃത്യമായി പ്രയോഗിക്കുവാൻ പ്രായോഗിക രാഷ്ട്രീയക്കാരനായ VD സതീശന് കഴിയുന്നു എന്നുള്ളതാണ്. വിജയന്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ തന്ത്രങ്ങളെ ഏത് തരത്തിൽ ആ തന്ത്രങ്ങളുടെ മുനയൊടിക്കാമെന്ന് വളരെ കൃത്യമായി VD സതീശൻ മനസ്സിലാക്കുന്നു. അതിനുശേഷം തന്നെയാണ് അദ്ദേഹം അതിന്റെ പ്രതിരോധങ്ങൾ തീർക്കുന്നത് എന്നുള്ളതാണ്. ഇത് UDF-ന്റെ ആത്മവിശ്വാസം ഉയർത്തുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞത്തെ വിജയം കഴിഞ്ഞ ദിവസം ഉണ്ടായി. കോൺഗ്രസിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയുടെ അറസ്റ്റും പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇതിനൊപ്പമാണ് അതിജീവിതയ്ക്കൊപ്പമാണ് താനെന്നൊക്കെ CPM പ്രഖ്യാപിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ അടക്കം എത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതൊന്നും ഈ വിഴിഞ്ഞത്തുണ്ടായ ഫലത്തെ സ്വാധീനിച്ചില്ല എന്നതാണ്. അപ്പോൾ ഇതൊക്കെ UDF-ന് നിയമസഭയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി വിലയിരുത്തപ്പെടുകയാണ്. പ്രതിച്ഛായ മെച്ചപ്പെടുത്തുവാൻ PR വഴി തേടുന്ന CPM നേതാക്കളെ ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയതിനു ശേഷം ട്രോളുകയാണ് ചെയ്തത്. CPM-ന്റെ ആക്രമണ ശൈലിയും ആയിഷ പോറ്റി കോൺഗ്രസ് അംഗത്വം എടുത്തതിനു ശേഷം വിമർശിക്കുകയും ചെയ്തു. 25 വർഷം ജനപ്രതിനിധിയായിട്ടും പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നിട്ട് വർഗവഞ്ചകയായി മാറിപ്പോയി എന്നുള്ള വിമർശനം ഉയരുമായിരിക്കാമെന്നും എത്ര വിമർശിച്ചാലും അത് തന്നെ കൂടുതൽ ശക്തയാക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻ CPM MLA കൂടിയുള്ള ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയത്. കുറെ നാൾ MLA ആയിട്ടുള്ള ആളാണ് താനെന്നും എന്നാൽ തനിക്കൊരു PR വർക്കും ഉണ്ടായിട്ടില്ല എന്നും ആരെയും കുറ്റപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഒന്നും കിട്ടാനല്ല കോൺഗ്രസിലേക്ക് വരുന്നത് എന്നും താൻ അധികാരമോഹിയല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ആയിഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവ് എന്ന് പറയുന്നത്. അത് എത്ര ദിവസത്തേക്കാണ് എന്നുള്ളത് കണ്ടറിയാം. മാത്രമല്ല ആയിഷ പോറ്റി പോലുള്ളവർ അന്ധമായിട്ട് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലായിരിക്കില്ല. പകരം രാഷ്ട്രീയത്തിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പലപ്പോഴും പലരുടെയും ലക്ഷ്യമാണ്. 1, 2, 3 തവണ ഇപ്പോൾ MLA ആയി കഴിഞ്ഞപ്പോൾ ആ അധികാരത്തിന്റെ ഒരു രുചി ആയിഷ പോറ്റിയും നുകർന്നിരിക്കാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ് കൊട്ടാരക്കരയിൽ മത്സരിച്ച് വിജയിക്കുവാൻ തനിക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി അവർ കോൺഗ്രസിലേക്ക് എത്തപ്പെടുമ്പോൾ കോൺഗ്രസ് സീറ്റ് നിർണയ ചർച്ചകൾ പൂർത്തിയാക്കുമ്പോൾ ആയിഷ പോറ്റിക്ക് കൊട്ടാരക്കര മണ്ഡലം മത്സരിക്കുവാൻ നൽകുകയാണെങ്കിൽ ഒരു തീപാറുന്ന മത്സരം നമുക്കവിടെ കാണാൻ കഴിയും. അതിൽ വിജയമാർക്ക് പരാജയമാർക്ക് എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുമാണ്. എന്തായാലും പിണറായി വിജയന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും ഒക്കെ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ എന്ന് പറയപ്പെടുന്നത് വീണ്ടും ഒരു ഭരണം ഉണ്ടാക്കിയെടുക്കുക, വീണ്ടും മുഖ്യമന്ത്രിയാകാൻ വരിക, ഇതൊക്കെയാണ് പിണറായിയുടെ സ്വപ്നം. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാകാൻ ഞാനില്ല എന്ന് പിണറായി വിജയൻ ഒരിക്കലും പറയില്ല എന്നുള്ളതാണ്. ജീവിതം അവസാനിക്കുമ്പോഴും മുഖ്യമന്ത്രിയായിട്ട് തന്നെ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ഒരാളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഭരണത്തിന്റെ സുഖലോലുപതയിൽ ആ ശീതള ഛായ്മയിൽ ഇങ്ങനെ പരിലസിച്ച് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് പിണറായി വിജയന്റെ സ്വപ്നങ്ങൾ എന്ന് പറയപ്പെടുന്നത്. മൂന്നാമതൊരു സ്വപ്നം കൂടി ഉണ്ടാകുന്നു, അതായത് വീണ്ടും അധികാരത്തിലേക്ക് എത്താം എന്ന സ്വപ്നം. അതിന് കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കുമോ എന്നുള്ളത് മാത്രമാണ് സംശയമായിട്ട് നിലനിൽക്കുന്നത്. എന്തായാലും പിണറായിന് തിരിച്ചടി കൊടുക്കുവാൻ തന്നെയായിരിക്കും ഇപ്പോൾ ഭൂരിപക്ഷ ജനങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത്. എപ്പോഴും ഒരു അന്തം കമ്മികൾ അല്ലെങ്കിൽ അടിമ കമ്മികൾ ആ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് നിലനിൽക്കുമ്പോഴും പിണറായി വിജയന് മൂന്നാമതും അധികാരത്തിലേക്ക് എത്തണമെന്ന് വിശ്വസിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കണമെന്ന് താല്പര്യപ്പെടാത്ത കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു നിഷ്പക്ഷമതികളായ ഭൂരിപക്ഷം വോട്ടർമാർ ചിന്തിക്കുകയാണ്, ഇനി ഇവിടെ പിണറായി വിജയൻ വേണ്ട എന്ന് തീരുമാനമെടുത്താൽ മാത്രമേ പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാതിരിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ മൂന്നാമതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും.